നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രശാന്ത് പരമേശ്വരൻ. നമുക്ക് വേനൽ ചൂടിന് ആശ്വാസമായിട്ട് മഴയെത്തി. എന്നാൽ ഈ മഴക്കാലത്ത് ഒരുപാട് തരം അണുബാധകൾ, ജലജന്യ രോഗങ്ങൾ എല്ലാം വളരെ കോമൺ ആണ്. എസ്പെഷ്യലി ENT അസുഖങ്ങൾ ഈ കാലത്ത് ഒരുപാട് വരാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ ENT പ്രശ്നങ്ങൾ കൂടാറുള്ളത്? നമുക്കറിയാം, ഈ മഴ, ഈർപ്പം, അന്തരീക്ഷത്തിലുള്ള ഈ പ്രഷറിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഇതുമൂലം ബാക്ടീരിയൽ അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻസ്, ഫംഗസിൻ്റെ ഗ്രോത്തിനെ ഒരുപാട് കൂട്ടും. അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ ഇത് താറുമാറാക്കും. എന്തൊക്കെ ENT അസുഖങ്ങളാണ് ഉണ്ടാവുക? നമ്മുടെ മൂക്കിന് ചുറ്റുമുള്ള വായു അറകളെയാണ് സൈനസ് എന്ന് പറയുന്നത്. ഈ സൈനസിൽ പഴുപ്പ് കെട്ടി നിൽക്കുന്ന അവസ്ഥയെ സൈനസൈറ്റിസ് എന്ന് പറയും. ഈ മഴക്കാലത്ത് ഈർപ്പം നിൽക്കുമ്പോൾ നമ്മുടെ മൂക്കടയുകയും ഈ സൈനസുകൾക്കുള്ളിൽ നീർക്കെട്ട് വരികയും ചെയ്യും. നമ്മുടെ അന്തരീക്ഷത്തിൽ ഈ ബാക്ടീരിയയും ഫംഗസും ഒക്കെ കൂടുന്ന സമയത്ത് ഇത് സൈനസിൽ വളർന്നിട്ട് നമുക്ക് ബാക്ടീരിയൽ അല്ലെങ്കിൽ ഫംഗൽ സൈനസൈറ്റിസ് കാണാം. അതുപോലെ തന്നെയാണ് അലർജി. പുറമേയുള്ള ഫംഗസിൻ്റെ ഗ്രോത്ത് കൊണ്ട് അലർജി ഉള്ള ആൾക്കാരുടെ എണ്ണം വളരെ കൂടും ഈ കാലഘട്ടത്തിൽ. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ മൂക്കിൻ്റെ ഉള്ളിലുള്ള ചില ദശ വളർച്ചകൾ, നേസൽ പോളിപ്സ്, അതും ഈ കാലത്ത് വളരെ കൂടാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ ചെവിയിൽ നോക്കുകയാണെങ്കിൽ, ചെവിയെ നമുക്ക് എക്സ്റ്റേണൽ ഇയർ അഥവാ ബാഹ്യകർണം, അതിൽ വരുന്ന ഇൻഫെക്ഷൻസാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഇതിൽ പൂപ്പൽ ബാധയുണ്ടാവും, മറ്റ് വിവിധ തരത്തിലുള്ള അണുബാധയുണ്ടാവും. അതുപോലെ ചെവിക്കായം അടയാം. ഇതെല്ലാം ഈ മഴക്കാലത്ത് കൂടുതലുണ്ട്. തൊണ്ടയിലാണെങ്കിൽ നോക്കുകയാണെങ്കിലോ നമുക്ക് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിൻ്റെ ഭാഗമായിട്ട് ടോൺസിലൈറ്റിസ് ഈ കാലഘട്ടത്തിൽ ഒരുപാട് കൂടാറുണ്ട്. ഇനി എങ്ങനെ നമുക്ക് ഇതിനെ തടയാൻ സാധിക്കും? നമുക്ക് പുറമെ പോകുമ്പോൾ ഈ തണുത്ത വെള്ളം അധികം കുടിക്കാതിരിക്കുക. അതുപോലെ ഇൻഫെക്ഷൻസ് വരുന്ന ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുക. ഈ മഴക്കാലത്ത് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ പോയിട്ട് നീന്താതിരിക്കുക. ചെവിയിൽ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒബ്ജക്ട്സ് ഉപയോഗിച്ചിട്ട് ചെവിയിൽ തിരിക്കാനോ അല്ലെങ്കിൽ വാക്സ് റിമൂവ് ചെയ്യാനോ ട്രൈ ചെയ്യാതിരിക്കുക. എന്തെങ്കിലും ENT പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടൻ ഒരു ENT ഡോക്ടറെ സമീപിച്ചിട്ട് വേണ്ട ചികിത്സ ചെയ്യാം. താങ്ക് യു.